പാലുൽപാദന വർധനവിനും ഗുണമേന്മ വർധനവിനും വ്യാവസായികാടിസ്ഥാനത്തിൽ ചോളം കൃഷി ചെയ്ത് സൈലേജ് നിർമ്മിച്ച് നൽകുന്നതിലൂടെ പാലുൽപാദനം കൂടുതൽ ലാഭകരമാക്കുന്നതിനും ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. ജില്ലാ ക്ഷീരസംഗമം 2024-25 ക്ഷീരസ്മിതം ശ്രീനാരായണപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പാലുൽപാദിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ന് ലോകരാജ്യങ്ങളിൽ ഇന്ത്യയാണ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ക്ഷീരകർഷകർ അവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാലിലൂടെ അതിലൂടെയുള്ള സമ്പത്തിലൂടെ നമ്മുടെ രാജ്യം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് സൂചനയിൽ നാം ചൂണ്ടിക്കാണിച്ചത്. അതുമാത്രമല്ല, രാജ്യത്തെ ഉൽപ്പാദനക്ഷമത എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് ഇന്ത്യയിൽ 2ാം സ്ഥാനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. 1ാം സ്ഥാനം ഇന്ന് നേടിയിരിക്കുന്നത് പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. 14 സംതിങ് ആണ് ആവറേജ് ഒരു പശുവിൽ നിന്നും അവർക്ക് പാല് കിട്ടുന്നതെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിന്ന് 10.75 ലിറ്റർ പാല് ആവറേജ് കിട്ടുന്ന തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് 2ാം സ്ഥാനം നമ്മുടെ കേരളത്തിന് കിട്ടിയിട്ടുണ്ട്. കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ പശുക്കളെയും 3 വർഷം കൊണ്ട് ഇൻഷുർ ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ മികച്ച ക്ഷീരകർഷകരെ മന്ത്രി ആദരിച്ചു. ET ടൈസൺ MLA അധ്യക്ഷനായി. ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർ ശാലിനി ഗോപിനാഥ് പദ്ധതി വിശദീകരണം നടത്തി. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എറണാകുളം മേഖല സഹകരണ ക്ഷീരോത്പാദക യൂണിയൻ ചെയർമാൻ MT ജയൻ, കേരള ഫീഡ്സ് ചെയർമാൻ K ശ്രീകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് KV നഫീസ, ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK വത്സമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശോഭന ശർങ്ങാധരൻ, MK ഫൽഗുനൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ വീണ, മിൽമ ഭരണസമിതി അംഗങ്ങളായ ഭാസ്കരൻ ആദങ്കാവിൽ, താര ഉണ്ണികൃഷ്ണൻ, മിൽമ എറണാകുളം മേഖല യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ TN സത്യൻ, ഷാജു വെളിയൻ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിലെ മികച്ച ക്ഷീരകർഷകരെയും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ക്ഷീരസംഘങ്ങളെയും ക്ഷീരവികസന യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നടത്തി.